അമേരിക്കയുടെ മോഹം അടുത്ത കാലത്തൊന്നും നടക്കില്ല. നിങ്ങളുടെ കാല് പിടിച്ച് കഴിയുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ടാകാം. എന്നാൽ ഇറാനെ ആ കൂട്ടത്തിൽ നിങ്ങൾ കാണുക പോലും ചെയ്യരുത്. ഉപരോധം നടപ്പിലാക്കിയിട്ടും നട്ടെല്ല് വളയ്ക്കാതെ ജീവിച്ചവരാണ് ഇറാനികൾ. ആ ഇറാനെ ഇസ്രായേലിന് വേണ്ടി ഉറ്റാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടിയിരിക്കുമെന്ന് മാത്രം പറയട്ടെ. എന്താണ് പുതിയ സംഭവം എന്ന് പരിശോധിക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇറാൻ എന്ന രാഷ്ട്രത്തെ ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് ഇറാൻ ഇഷ്ടം? എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അമേരിക്കയുമായുള്ള ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ ഒരു കരാറിൽ എത്തിച്ചേരുന്നതിൽ പരാജയപ്പെട്ടാലും തങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് ഇറാൻ ഇതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ യാതൊരു കളികളും ഇവിടെ ഏശില്ലെന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇറാന്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് ഇത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വാരാന്ത്യ ചർച്ചകളെ വളരെ നല്ലത് എന്ന് വിശേഷിപ്പിച്ചതിന് ശേഷമാണ് ഇറാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇറാന്റെ നിലപാട് മാറുമെന്നും അമേരിക്കയുടെ വരുതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അമേരിക്ക ഇനി എങ്ങനെ തലകുത്തി നിന്നാലും ഇറാൻ അടങ്ങില്ല എന്ന നിലപാട് ഇറാൻ ലോകത്തിനു മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ചൊല്ലി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യം. പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ തകർക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളും ബോംബാക്രമണവും നടത്തുമെന്ന് ട്രംപ് ഇതിനോടകം തന്നെ ഭീഷണിപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഭീഷണി മുഴക്കി സർവ്വരാജ്യങ്ങളെയും വരച്ച വരയിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും അതീതമായി അവർ മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ആണവായുധ മത്സരത്തിന് കാരണമായേക്കാവുന്നതും ഇസ്രായേലിന് ഭീഷണിയാകുന്നതുമായ ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാന്റെ കഴിവ് കുറയ്ക്കാനാണ് ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അത്രയും എന്നും ഇസ്രായേലിന്റെ കൂടെ മാത്രം നിന്ന ട്രംപിനെ സംബന്ധിച്ച് ഇറാന്റെ വളർച്ച അതീവ അപകടകാരി തന്നെയാണല്ലോ. പ്രത്യേകിച്ച് നിലവിൽ ഗാസയിൽ നരനായാട്ട് തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്നത് അമേരിക്കയുടെ ഗാസാമോഹം നടപ്പിലാക്കാൻ മെനക്കെടുന്ന ഇസ്രായേലിന് എതിരായിരിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് അമേരിക്കയുടെ ദീർഘവീക്ഷണം. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും എണ്ണ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലുള്ള വിനാശകരമായ ഉപരോധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇറാൻ വാദിക്കുന്നു. പക്ഷേ ഇറാന്റെ ആണവമോഹം നിലവിൽ ഇസ്രായേലിനും ഭാവിയിൽ അമേരിക്കയ്ക്കും വലിയ പ്രശ്നമുണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ മുകളിലാണ് ഇതൊക്കെ അമേരിക്ക ചെയ്തു കൂട്ടുന്നത്. മിഡിൽ ഈസ്റ്റിൽ അധികാരം സ്ഥാപിക്കാൻ കഷ്ടപ്പെടുന്ന അമേരിക്കയും അമേരിക്കയുടെ അധികാരം അവിടെ ഊട്ടിയുറപ്പിക്കാൻ മെനക്കെടുന്ന ഇസ്രായേലിനെയും സംബന്ധിച്ച് ഇറാന്റെ ശക്തി എങ്ങനെയെങ്കിലും നശിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനുവേണ്ടിയാണ് അമേരിക്ക ഇറാനുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇറാനിയൻ അമേരിക്കൻ പ്രതിനിധികൾ കഴിഞ്ഞയാഴ്ച റോമിൽ 5ാം റൗണ്ട് ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കരാറിലെത്താൻ ഇറാൻ 3 വർഷത്തേക്ക് സമ്പുഷ്ടീകരണം മരവിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുമായി ഒരു ഇടക്കാല ആണവ കരാറിന്റെ സാധ്യതയും ബാഗായി തള്ളിക്കളഞ്ഞു. 6ാം റൗണ്ട് ചർച്ചകളുടെ സമയം സംബന്ധിച്ച് മധ്യസ്ഥനായ ഒമാനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾക്കായി ഇറാൻ കാത്തിരിക്കുകയാണെന്നും ബഗായി കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്തം യുഎസിനായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞിട്ടുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചേക്കാമെന്ന രാജ്യാന്തര മാധ്യമത്തിന്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ശത്രു രാജ്യങ്ങളായി ഇരുവരും തമ്മിൽ ഏതൊരു സമയത്തും യുദ്ധം പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണവുമായി അറാക്ചി എത്തുന്നത്. ഇറാന് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിലും അബ്ബാസ് അറാക്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭീഷണി തുടരുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും വസ്തുക്കളെയും സംരക്ഷിക്കാൻ പ്രത്യേക നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും അത്തരം നടപടികളെക്കുറിച്ച് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അതായത് IAEA അറിയിപ്പ് നൽകുമെന്നും അറാക്ചി കൂട്ടിച്ചേർത്തു. ഇതിനെക്കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കമാണ് ഇനി ഞാൻ പറയുന്നത്. 2025 ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ പ്രശ്നം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇറാൻ തന്റെ യുറേനിയ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം തള്ളിക്കളഞ്ഞതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും കടുത്ത സംഘർഷത്തിലേക്ക് കടക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിസ്കിയാൻ ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാലും രാജ്യം അതിജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഘേയി യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തണമെന്ന ആവശ്യം തികച്ചും അസംബന്ധമാണെന്ന് പറഞ്ഞ് രംഗത്ത് വരിക കൂടി ചെയ്തോടെ അമേരിക്കയുടെ തല ഇതിനോടകം തന്നെ പുകഞ്ഞു തുടങ്ങി. 1979 ഇസ്ലാമിക് വിപ്ലവം കഴിഞ്ഞ് ഇറാനിൽ അമേരിക്കയുടെ അനുകൂലമായി നിൽക്കുന്ന ഷാക്കി അധികാരം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം ആരംഭിച്ചത്.
ആരംഭിക്കുന്നത്. ഞാനൊരു ചരിത്ര പശ്ചാത്തലം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന് പിന്നാലെ സംഭവിച്ച അമേരിക്കൻ എംബസി പിടിച്ചെടുപ്പ് ഇറാന്റെ മേൽ അമേരിക്കയുടെ ശത്രുതാ മനോഭാവം ശക്തമാക്കുകയാണ് ചെയ്തത്. ഈ സംഭവമാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധം ഭീകരതയിലേക്കും അനിശ്ചിതത്തിലേക്കും കൊണ്ടുപോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. 2015 കാലഘട്ടം, അതായത് അന്ന് അമേരിക്ക ഭരിക്കുന്നത് ഒബാമയാണ്. ഒബാമയുടെ ഭരണകൂടം ഇറാനുമായി ചേർന്ന് JCPO, അതായത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാർ ഒപ്പുവെക്കുന്നുണ്ട്. ഈ കരാർ പ്രകാരം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നിലച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിരീക്ഷണം സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളും ഇതിൽ പറയുന്നുണ്ട്. അതിനു പകരം സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാമെന്ന വാഗ്ദാനവും ഇവിടെയുണ്ട്. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ, അതായത് ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ഈ കരാർ അമേരിക്ക ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. വീണ്ടും ഇറാന് നേരെ ട്രംപ് എന്ത് ചെയ്തു? ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി. ഇറാൻ ഇതിന് പ്രതികരിച്ച് സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്തത്. ഇതാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന സംഘർഷത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2020 ജനുവരി മാസം ഇറാന്റെ ഖുദ്സ് ഫോഴ്സ് കമാൻഡറായ കാസിം സൊലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണം നടത്തി വധിക്കുന്നുണ്ട്. ഇറാനിലെ ജനങ്ങൾ ഈ വധം ഒരു ദേശീയ അപമാനമായി കാണുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. അതോടെ അമേരിക്കയോട് ഇറാനുള്ള പക വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ മറുപടിയായിട്ട് അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക ബേസുകളെ ആക്രമിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ കയറ്റുമതിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പല വിദേശ ബാങ്കുകളും ഇറാനുമായി ഇടപെടാൻ ഭയപ്പെടുന്നതിന്റെ കാരണവും അമേരിക്ക ഏർപ്പെടുത്തുന്ന ഇത്തരം ഉപരോധങ്ങൾ തന്നെയാണ്. ഇതിന്റെ പ്രത്യാഘാതം നിരപരാധികളായ സാധാരണ ഇറാനിയൻ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. മരുന്നിന്റെ അഭാവം, ഭക്ഷണ ദൗർലഭ്യം, തൊഴിലില്ലായ്മ എന്നീ കാരണങ്ങൾ കൊണ്ട് അവർ കഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇതിനൊന്നും തന്നെ പുല്ലുവില കൽപ്പിക്കാതെയാണ് അമേരിക്ക ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത്. അതും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഖത്തറിനോളം പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും രക്ഷപ്പെടാൻ ഇറാനെ അനുവദിക്കാത്തത് അമേരിക്ക എന്ന ശക്തി തന്നെയാണ്. എന്നാലും അമേരിക്ക എന്ന വലിയ രാജ്യത്തോട് പോലും മല്ലിട്ടിട്ട് ചങ്കൂറ്റത്തോടെ ഇറാൻ ഇവിടെ കാലുറപ്പിച്ചു നിൽക്കുന്നു എന്നത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. 2025 ജോ ബൈഡൻ വീണ്ടും പുതിയ ചർച്ചകൾ ആരംഭിക്കാൻ ഒരുങ്ങിയെങ്കിലും ട്രംപിൽ വീണ്ടും തിരിച്ചു വന്നതോടെ ഈ സാധ്യതകൾ വീണ്ടും മങ്ങിത്തുടങ്ങുകയാണ് ചെയ്തത്. ഇറാൻ ഇപ്പോൾ UN നിരീക്ഷകർക്ക് പ്രവേശനം നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം US വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാനുമായി ഒരു സമവായത്തിലെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക റഷ്യയോട് കൂട്ടുകൂടിയത് പോലും എന്ന് പറയേണ്ട ഒരു ഘട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഇറാനെ സ്വാധീനിക്കാൻ ഇന്നൊരു ശക്തിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് മറ്റാർക്കുമല്ല, അത് റഷ്യക്ക് മാത്രമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴുള്ള ഒരു സംഘർഷം എന്ന് പറയുന്നത് ആണവ സംഘർഷ ഭീഷണി വീണ്ടും ഉയർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ, സൗദി അറേബ്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതിൽ പലതരത്തിലായിട്ട് പങ്കാളികളാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം ഒരു ആണവ കരാറിന്റെ പരാജയമോ പട്ടാള നീക്കങ്ങളുടെ ശേഖരമോ ഒന്നുമല്ല. അതിനു പുറത്ത് ഇത് ഇരു രാജ്യങ്ങളുടെ ജീവിതം നയിക്കുന്ന നിരവധി പേരുടെ ദിനചര്യയെ ബാധിക്കുന്ന ഒരു മാനുഷിക പ്രശ്നം തന്നെയാണ്. പക്ഷെ അവരെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ അധ്യക്ഷരുടെ മനസ്സിലേക്കുള്ള വഴിയാകേണ്ടത് മനുഷ്യരുടെ ജീവിതവും അതിന്റെ വേദനയും തന്നെയാണ്. ഇവരുടെ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒഴിവാക്കാനാകാത്ത പേര് തന്നെയാണ് ഇസ്രായേലിൻ്റെത്. ഇറാനുമായുള്ള അമേരിക്കൻ സംഘർഷത്തിൽ ഇസ്രായേലിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതും സൂക്ഷ്മവുമാണ്. എന്നാൽ ഇത് പലപ്പോഴും നേരിട്ട് നമുക്ക് കാണാനാകില്ല എന്ന് മാത്രം. ഭീകരതയോട് പൂർണ്ണ വിമുഖത പുലർത്തുകയും സ്വന്തം സുരക്ഷയോടുള്ള അതീവ ബോധവുമുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന കാര്യം നമുക്കറിയാവുന്നല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇറാന് നേരെയുള്ള ഒരു കാഴ്ചപ്പാടിനെ സ്വാധീനിക്കാൻ ഇവിടെ ഇസ്രായേലിന് ശക്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന് ഇറാനോടുള്ള ഭയം ഒരു രാഷ്ട്രീയത്വം മാത്രമല്ല, അതിന് ആഴത്തിലുള്ള ആണവ ഭീഷണിയും നിലനിൽപ്പിന്റെ ഒരു ആശങ്ക തന്നെയുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളും ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ സംഘടനകളെ ഇറാൻ പിന്തുണയ്ക്കുന്നതും ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ആശങ്ക ശക്തമാക്കുന്ന ഘടകങ്ങളാണ്. ഇസ്രായേൽ ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ കാരണവും അതുതന്നെ. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവരുമായി ചേർന്ന് ഇസ്രായേൽ സ്ഥിരമായി ആവശ്യപ്പെടുന്നത് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് എതിരായ കടുത്ത നടപടികൾ സ്വീകരിക്കണം എന്നത് മാത്രമാണ്. ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകൾ പലപ്പോഴും അമേരിക്കയെ സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറ്റുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രായേൽ ഇരട്ട നയങ്ങളല്ലാതെ ഇറാൻ ആണവ എൻറിച്ച്മെന്റ് പൂർണ്ണമായി നിർത്തണമെന്ന് തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. ഈ കടുത്ത സമീപനം സംവാദത്തിന് പകരം സംഘർഷം വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടത് എന്ന് വിമർശകർ പറയുന്നുണ്ട്. ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇസ്രായേലിന്റെ താല്പര്യമായിട്ട് മാത്രം നടക്കുന്ന ഒന്നാണ് എന്നതാണ്. കാരണം അതിന്റെ പ്രാദേശിക ആധിപത്യം
ജനാധിപത്യം നിലനിർത്താനും യുഎസിന്റെ പിന്തുണ ഉറപ്പാക്കാനും ഈ സംഘർഷം ഉപകരിക്കുന്നുണ്ട്. ആർക്ക്? ഇസ്രായേലിനെ സംബന്ധിച്ച്. എന്നാൽ മറ്റു ചിലർ പറയുന്നതാകട്ടെ, ഇസ്രായേലിന്റെ അപ്രത്യക്ഷമായ ഇടപെടലുകൾ അമേരിക്കയെ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ പ്രാപ്തമാക്കി എന്നതാണ്. എന്തായാലും ഇറാൻ ശക്തിപ്പെടുന്നത്, ഇറാൻ കൂടുതൽ ശക്തമായ രാഷ്ട്രമാകുന്നത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഭീഷണി തന്നെയാണ്. അതിനുവേണ്ടി തടയിടാനുള്ള ശ്രമങ്ങളാണ് അവരൊക്കെ നടത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.